ഇന്നൊരു വ്യത്യസ്തമായ ഒരു വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. തലച്ചോറിലെയും നട്ടിലിലെയും ശസ്ത്രക്രിയകൾ എല്ലാം സുരക്ഷിതമാണോ? ഇതാണ് ഇന്നത്തെ വിഷയം. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ടൈം ഇസ് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അതായത് ഒരാൾക്ക് പക്ഷാഘാതം വന്നാൽ അദ്ദേഹത്തിൻ്റെ തലച്ചോറിലെ കോശങ്ങൾ ഒരു സെക്കൻഡിൽ 1,00,000 കോശങ്ങൾ നശിക്കുന്നു. ഒരു മണിക്കൂറിൽ ഏകദേശം 120 ദശലക്ഷം കോശങ്ങൾ നശിക്കുന്നു. അത് അയാളുടെ പ്രായത്തെ 3-4 വർഷങ്ങൾ പിറകോട്ടേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇത്തരത്തിൽ തലച്ചോറിലെ കോശങ്ങൾ ഒരു പ്രാവശ്യം നശിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടാൽ പിന്നീട് തിരിച്ചു വരിക അസാധ്യമാണ്. പലപ്പോഴും തലയ്ക്ക് പരിക്കേൽക്കുന്നവർക്കും അല്ലെങ്കിൽ തലയിൽ ഇത്തരം സ്ട്രോക്ക് പക്ഷാഘാതം വരുന്നവർക്കും ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പേ തന്നെ ഇത്തരം കോശങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ഇത്തരം രോഗികളിൽ ഒരു പരിധിവരെ നമുക്ക് അവരെ ശസ്ത്രക്രിയയിലൂടെയും റീഹാബിലിറ്റേഷനിലൂടെയും സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിച്ചേക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊരു തരം രോഗികളെ കുറിച്ചാണ്. തലച്ചോറിൽ സാധാരണയായി ശസ്ത്രക്രിയ ചെയ്യുന്ന തലച്ചോറിൽ മുഴ അല്ലെങ്കിൽ ട്യൂമറുള്ള രോഗികൾ, തലച്ചോറിൽ രക്തക്കുഴലുകളുടെ തകരാറുള്ള രോഗികൾ, ഇത്തരം രോഗികളിൽ തലച്ചോറിൻ്റെ പ്രവർത്തനം ശസ്ത്രക്രിയയ്ക്ക് മുമ്പേ ഉണ്ടാവുന്നത് പോലെ ആക്കുകയോ അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെടുത്തുകയോ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഇത് വളരെയധികം ശാസ്ത്ര കൗതുകം ഉണർത്തുന്ന ഒരു ചോദ്യമാണ്. ഇന്നത്തെ ശാസ്ത്രലോകം നിങ്ങൾക്കറിയാം, ഇലോൺ മസ്ക് കണ്ടുപിടിച്ചിരിക്കുന്ന ന്യൂറാലിങ്ക്, അതുപോലെ ശാസ്ത്രലോകത്തിലെ പുരോഗതി വളരെയധികം സംഭവിക്കുന്ന ഒരു മേഖലയാണ് നാഡീവ്യൂഹം. അപ്പോൾ ഇതിൽ തലച്ചോറിലെ മുഴകളുടെ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, തലച്ചോറിൻ്റെ ഓരോ ഭാഗവും ഓരോ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന്, നമ്മുടെ കൈകാലുകൾ ചലിപ്പിക്കുവാനുള്ള പ്രവർത്തനം തലച്ചോറിൻ്റെ ഒരു പ്രത്യേക ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. നമ്മുടെ കാഴ്ച, കേൾവി, സംസാരിക്കാനുള്ള കഴിവ്, ചിന്തിക്കുവാനുള്ള കഴിവ്, ഓർമ്മശക്തി, ഇവയ്ക്കെല്ലാം പ്രത്യേകം ഭാഗങ്ങളുണ്ട്. ഇവയെല്ലാം വളരെ സമീകൃതമായി നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഒരു ശസ്ത്രക്രിയയ്ക്ക് വളരെ നല്ല ഉദ്ദേശഫലം ഉണ്ടാവുകയുള്ളൂ. ഇവയെപ്പറ്റി പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ശാസ്ത്രശാഖയിലാണ് ബ്രെയിൻ മാപ്പിംഗ് എന്നിവ വരുന്നത്. ശസ്ത്രക്രിയയ്ക്ക് മുമ്പേ രോഗിയുടെ തലച്ചോറിൻ്റെ MRI പഠിച്ച് തലച്ചോറിൻ്റെ ഏത് ഭാഗത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ ഏത് ഭാഗവും പ്രവർത്തിക്കുന്ന മേഖലയിലാണ് ഈ ട്യൂമർ ഇരിക്കുന്നതെന്ന് കൃത്യമായി കണ്ടുപിടിക്കാനുള്ള ശാസ്ത്ര സാങ്കേതിക പുരോഗതികൾ ഇപ്പോഴുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, നമ്മൾ കൈകാലുകൾ ചലിപ്പിക്കുന്ന ഭാഗത്താണ് ട്യൂമറെങ്കിൽ അത് നീക്കം ചെയ്യുമ്പോൾ കൈകാലുകളുടെ പ്രവർത്തനം പൂർണ്ണമായ രീതിയിൽ വീണ്ടെടുത്തുകൊണ്ട് തന്നെ അവയെ നീക്കം ചെയ്യാനുള്ള പുരോഗതി ഇപ്പോഴുണ്ട്. ഇത്തരം ഒരു പ്രധാനപ്പെട്ട ഒരു ശസ്ത്രക്രിയയാണ് എവേക്ക് ക്രേനിയോട്ടമി. ഇതിന് പല മേഖലകളിലുള്ള പുരോഗതി സഹായിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് അനസ്തീഷ്യ. എവേക്ക് അനസ്തീഷ്യ എന്നാൽ രോഗിക്ക് ഒട്ടും വേദനയില്ലാതെ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ രോഗി അറിയാതെ, അതായത് ഒരു ശസ്ത്രക്രിയ നടക്കുന്നു എന്നുള്ളതിൻ്റെ വേദനയോ വിഷമങ്ങളോ അറിയാതെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എവേക്ക് അനസ്തീഷ്യ വന്നതോടുകൂടി പല രോഗികൾക്കും ഉണർച്ചയോടുകൂടെ അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ ട്യൂമറുകൾ നീക്കം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ചെറിയ ചില കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യമായി, രോഗിയെ തീർച്ചയായും പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത്തരം ഒരു ശസ്ത്രക്രിയ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. MRI ചെയ്ത് ട്യൂമർ എവിടെയാണെന്നോ ബ്രെയിൻ മാപ്പിംഗ് പോലെയുള്ള രീതികൾ ഉപയോഗിച്ച് ബ്രെയിനിൻ്റെ ഏത് ഭാഗത്താണ് നോർമൽ ആയിട്ടുള്ള പ്രവർത്തനം ഉള്ളത് എന്ന് കണ്ടുപിടിക്കുന്നു. ബ്രെയിനിൻ്റെ പല ഭാഗങ്ങളും കണക്ട് ചെയ്യുന്ന ഫൈബേഴ്സ്, അവയെപ്പറ്റി കൂടുതൽ നന്നായി പഠിക്കുന്നു. കാരണം ട്യൂമർ പലപ്പോഴും ആഴങ്ങളിലേക്ക് പോകുന്ന ട്യൂമറാണ്. അപ്പോൾ ഈ ഫൈബേഴ്സ്, ബ്രെയിൻ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫൈബേഴ്സ്, നാഡി വ്യൂഹത്തെ അവയെ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സക്സസ്. അപ്പോൾ എവേക്ക് ക്രേനിയോട്ടമി ചെയ്യുമ്പോൾ നമ്മുടെ തലയോട്ടി തുറന്നതിന് ശേഷം രോഗിയുമായി സംവദിക്കാൻ മറ്റൊരു ടീമുണ്ട്. സൈക്കോളജി, സ്പീച്ച് തെറാപ്പി മുതലായ ഒരു ടീമുണ്ട്. അവർ രോഗികളെ കൊണ്ട് വിവിധമായ ടാസ്കുകൾ ചെയ്യിപ്പിക്കുന്നു. രോഗിയുമായി സംസാരിക്കുന്നു, കൈകാലുകൾ ചലിപ്പിക്കുന്നു, ചിത്രം വരയ്ക്കുന്നവർ വരയ്ക്കുന്നു, പാട്ട് പാടുവാൻ സാധിക്കുന്നവർ അത് ചെയ്യുന്നു. പലപ്പോഴും വയലിൻ മുതലായവ വായിച്ചുകൊണ്ട്
ശസ്ത്രക്രിയ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. രോഗി വയലിൻ വായിച്ചുകൊണ്ട് ഡോക്ടർ ശസ്ത്രക്രിയ ചെയ്യുന്നു. തലച്ചോറിന് മുകളിൽ ചെറിയ കറണ്ട് വെച്ച് സ്റ്റിമുലേറ്റ് ചെയ്ത് നോക്കുന്നു ഏത് ഭാഗത്തു നിന്നാണ് ഈ സ്റ്റിമുലേഷൻ്റെ എഫക്റ്റ് വരുന്നത് എങ്കിൽ. ഇപ്പോൾ കയ്യിലാണ് അത്തരം ട്വിച്ചിങ് വരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഭാഗത്ത് കൈയുടെ പ്രവർത്തനമാണ്. സംസാരിച്ചുകൊണ്ട് വെക്കുമ്പോൾ നമ്മുടെ സംസാരം നിന്നു പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഭാഗത്ത്, തലച്ചോറിൻ്റെ ഈ ഭാഗത്ത് സംസാരശേഷിയാണെന്ന്. അങ്ങനെ ആ ഭാഗം വളരെ പ്രിസർവ് ചെയ്ത് അതിനെ ഒട്ടും നശിപ്പിക്കാതെ ട്യൂമർ മാത്രം എടുത്ത് കളയുന്ന ആധുനികമായിട്ടുള്ള ഒരു രീതിയാണ് അവേക്രീനോട്ടമി. ഇത് എപ്പിലെപ്സി സർജറി അല്ലെങ്കിൽ അപസ്മാരത്തിന് ചെയ്യുന്ന ശസ്ത്രക്രിയകൾക്കും കൂടെ ഇത് ചെയ്യാവുന്നതാണ്. മൂവ്മെൻറ്റ് ഡിസോർഡർ അല്ലെങ്കിൽ പാർക്കിൻസോണിസം പോലെയുള്ള വിറവാദം തുടങ്ങിയ രോഗികൾക്ക് ചെയ്യുന്ന ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷനിലെല്ലാം ഇതിൻ്റെ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇനി രണ്ടാമത്തേതായിട്ട് പറയുന്നത് നട്ടെല്ലിനുള്ള ശസ്ത്രക്രിയ. ഇപ്പം നട്ടെല്ലിന് പലപ്പോഴും പരിക്കേൽക്കുമ്പോൾ നട്ടെല്ലൊടിഞ്ഞ് കാലുകൾക്ക് ബലക്ഷയമായിട്ട് രോഗികൾ വരാറുണ്ട്. അപ്പം ഇത്തരം രോഗികൾക്ക് ശസ്ത്രക്രിയയിലൂടെ നട്ടെല്ല് ഉറപ്പിക്കുന്ന ശസ്ത്രക്രിയ നമ്മൾ ചെയ്യാറുണ്ട്. ഇതിൽ പലപ്പോഴും നട്ടെല്ലിനകത്തോട്ട് സ്ക്രൂ കടത്തുന്ന ഒരു ഘട്ടമുണ്ട്. ഇവിടെ പലപ്പോഴും ആക്യുറസി വരാൻ വേണ്ടി നമുക്ക് സ്ക്രൂ തെറ്റായ ദിശകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയും നാഡികൾക്ക് പരിക്കേൽക്കാതിരിക്കാൻ വേണ്ടിയും നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളാണ് നാവിഗേഷൻ. അതായത് രോഗിയുടെ ശരീരത്തിൽ സ്ക്രൂ കടത്തുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും എവിടേക്കാണ് സ്ക്രൂ പോകുന്നതെന്ന്. അങ്ങനെ നമുക്ക് ആക്യുറസി ഉറപ്പുവരുത്താവുന്നതാണ്. വേറെ ഒന്ന് മോണിറ്ററിങ് എന്ന് പറയും. അതായത് നട്ടെല്ലിനകത്ത് സുഷുമ്ന നാഡിയുടെ അകത്തുള്ള ട്യൂമറുകൾ നീക്കം ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും സുഷുമ്ന നാഡിയിലൂടെ കടന്നു പോകുന്ന തരംഗങ്ങളെ അവയെപ്പറ്റി പഠിച്ച് അവയ്ക്ക് എന്തെങ്കിലും ക്ഷീണം സംഭവിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ശസ്ത്രക്രിയ നിർത്തുകയോ മോഡിഫൈ ചെയ്യുകയോ ചെയ്ത് സുരക്ഷിതമായ ഒരു ശസ്ത്രക്രിയ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരം ഇൻട്രാ ഓപ്പറേറ്റീവ് നെർവ് മോണിറ്ററിങ് എന്നുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ചും നട്ടെല്ലിലുള്ള ശസ്ത്രക്രിയകൾ, അതൊരു ഡിസ്ക് നീക്കുന്ന ശസ്ത്രക്രിയ തൊട്ട് ഒരു സങ്കീർണമായ ഒരു ഫ്രാക്ചർ ചികിത്സിക്കുന്നതിൽ വരെ നമുക്ക് അത്തരം സുരക്ഷിതത്വം ഇപ്പോൾ ഉറപ്പുവരുത്താവുന്നതാണ്. അപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ തലച്ചോറിലെയും നട്ടെല്ലിലെയും ശസ്ത്രക്രിയകൾ പ്ലാൻഡായി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മോണിറ്ററിങ് എന്ന ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയും MRI സ്കാനിലുള്ള അതിനൂതനമായിട്ടുള്ള പുരോഗതികളും ഉപയോഗിച്ച് സുരക്ഷിതമായി രോഗിക്ക് ശസ്ത്രക്രിയയ്ക്ക് മുമ്പുള്ള അതേപോലെ അല്ലെങ്കിൽ അതിലും കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ ഔട്ട്കം വരുന്ന വിധത്തിൽ പല കേസുകളിലും ചെയ്യാവുന്നതാണ്. താങ്ക് യു.